സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പ്. മലപ്പുറം, വയനാട് ജില്ലകളിൽ കൂടുതൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ജനം ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പുണ്ട്. സുനിഷ അയലൂരിന്റെ വിവരങ്ങളുമായി. സുനിഷ, എവിടെയൊക്കെയാണ് മഴ മുന്നറിയിപ്പ്? സ്മൃതി, സംസ്ഥാനത്ത് കനത്ത ചൂട് തുടരുന്ന പശ്ചാത്തലത്തിലും ഏതായാലും ആശ്വാസമായി മഴ മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത്. ഇന്ന് ഇപ്പോൾ മലപ്പുറത്തും വയനാട് ജില്ലയിലുമാണ് യെല്ലോ അലേർട്ട് നൽകിയിരിക്കുന്നത്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയുണ്ട് എന്നതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. അതേപോലെ തന്നെ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് മഴ ലഭിക്കാനുള്ള സാധ്യത വരും ദിവസങ്ങളിലുണ്ട് എന്നതും കാലാവസ്ഥാ കേന്ദ്രം നൽകുന്നു. ഒപ്പം തുടർച്ചയായ മഴയ്ക്കുള്ളൊരു സാധ്യത പറയുന്നില്ലെങ്കിൽ പോലും ഇനി വരുന്ന ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട മഴയ്ക്കുള്ള സാധ്യതയുണ്ട്. ഒപ്പം ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കാണ് സാധ്യത. അതിനാൽ ജാഗ്രത പാലിക്കണമെന്നൊരു നിർദ്ദേശം കൂടി കാലാവസ്ഥാ കേന്ദ്രവും ദുരന്ത നിവാരണ അതോറിറ്റിയും നൽകുന്നുണ്ട്. മറ്റൊരു കാര്യം, മെയ് 12-ാം തീയതി പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മെയ് 13-ന് വയനാട് ജില്ലയിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അങ്ങനെ വരുന്ന ഈ ഒരാഴ്ച ഇടവിട്ട് ശക്തമായ മഴയ്ക്കുള്ള സാധ്യത എന്നത് തന്നെയാണ്. ഒപ്പം ചൂട് ഒരു വശത്ത് നിലനിൽക്കുന്നു എന്നതുമുണ്ട്. ഈ പാലക്കാട് ഇപ്പോഴും 39 ഡിഗ്രി സെൽഷ്യസിൽ താപനില ഉയർന്നു തന്നെ നിൽക്കുകയാണ്. ആലപ്പുഴയിൽ ഉഷ്ണതരംഗ സാധ്യതാ മുന്നറിയിപ്പ് നിലവിൽ തുടരുന്നുണ്ട്. ഇന്നും നാളെയും ഇതേ തോതിൽ തന്നെ ചൂടേറിയ ഒരു അന്തരീക്ഷത്തിനുള്ള സാധ്യതയുണ്ട് എന്നതാണ് കാലാവസ്ഥാ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്. ഒപ്പം തന്നെ ഈ ചൂടിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ അതീവ ജാഗ്രത പാലിക്കണമെന്നൊരു നിർദ്ദേശമുണ്ട്. അതിനിടയിലാണ് ഏതായാലും ആശ്വാസമായി 2 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് നൽകിയിരിക്കുന്നത്, മഴ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. മറ്റ് ജില്ലകളിലും മറ്റിടങ്ങളിലും ഇതേ തോതിൽ തന്നെ ഇടവിട്ട് ശക്തമായ മഴയ്ക്കുള്ള സാധ്യത കൂടി പ്രവചിക്കുന്നുണ്ട്. സ്മൃതി, സുനിഷ അയലൂരാണ് വിവരങ്ങൾ നൽകിയത്.